ഓക്കെ, നമ്മുടെ ആൻറ്റിന ആൻഡ് വേവ് പ്രൊപ്പഗേഷൻ ECE 306-ൻ്റെ മൊഡ്യൂൾ 4, 5, 6 നമ്മളൊരു വീഡിയോ ക്ലാസ്സിലൂടെ ആയിരിക്കും മോസ്റ്റ് പ്രോബ്ലി കവർ ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് ക്ലാസ് ആയിട്ട് മൊഡ്യൂൾ 4-ലെ ടോപ്പിക്സ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ മൊഡ്യൂൾ 4-ൽ നമുക്ക് ആദ്യം ഏതൊക്കെ ടോപ്പിക്സ് ഉള്ളതെന്ന് നോക്കാം. മൊഡ്യൂൾ 4 എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫസ്റ്റ് നമുക്ക് 6 ആൻറ്റിനാസിനെ പറ്റി പഠിക്കാനുണ്ട്. ട്രാവലിംഗ് വേവ്, ബീം, റോംബിക്, ഹോൺ, പാരബോളിക്, കാസഗ്രെയിൻ, ഇത്രയും ടൈപ്സ് ഓഫ് ആൻറ്റിനാസ് ഉണ്ട്. അതല്ലാതെ ബീം സ്റ്റിയറിംഗ് എന്താണെന്നുള്ളത് കൂടി പഠിക്കാനുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നുണ്ടാവുക എന്താണ് ബീം സ്റ്റിയറിംഗ് എന്നുള്ളതിനെ പറ്റിയിട്ടായിരിക്കും. അതാണ് നമ്മളെ ഫസ്റ്റ് ടോപ്പിക്ക് സിലബസ് ബേസ് ഉള്ളത്. ഈ ബീം സ്റ്റിയറിംഗിൻ്റെ ടോപ്പിക്കിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ നിങ്ങൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. അത് ബീം ഫോമിംഗ് എന്നാണ് പറയുക. നമ്മൾ ലീനിയർ ആൻറ്റിന അറേസ് പഠിച്ചപ്പോൾ ഒരു എലിമെൻറ്റ് ഡൈപോളിൻ്റെ നമ്പർ ഓഫ് എലിമെൻറ്റ്സ് വെച്ചിട്ട് ആ ഒരു അറേ ആയിട്ട് അതിൽ നിന്നൊരു നമുക്ക് വേണ്ട രീതിയിലുള്ള ഒരു ഡയറക്റ്റിവിറ്റിയുള്ള ഒരു ബീം ഉണ്ടാക്കിയെടുക്കുന്ന ഒരു മെത്തേഡ് നമ്മൾ ലീനിയർ അറേസ് തേർഡ് മോഡ്യൂളിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. തേർഡ് മോഡ്യൂളിൽ പഠിച്ചത് ലീനിയർ അറേസിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് ആണ്. ബ്രോഡ് സൈഡ് പഠിച്ചു, എൻഫെയർ പഠിച്ചു, ബൈനോമിയൽ പഠിച്ചു, ഡോൾ ഷെവിഷേ പഠിച്ചു. ഇത്രയാണ് തേർഡ് മോഡ്യൂൾ കവർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ലീനിയർ അറേ എങ്ങനെ ഒരു നമുക്ക് വേണ്ട രീതിയിലുള്ള ഒരു ബീം ഫോം ചെയ്ത് തരും എന്നുള്ളത് നമുക്ക് പഠിച്ചു. പക്ഷേ ഇനി നോക്കാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ബീം നമുക്ക് എപ്പോഴും ഒരേ ഡയറക്ഷനിലല്ലായിരിക്കും ചിലപ്പോൾ വേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ എന്താണ് മെത്തേഡ് എന്നുള്ളതാണ്. അപ്പോൾ ഒരു ചെറിയ എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പിക്ചർ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഇതൊരു ലൈറ്റ് ഹൗസിൻ്റെ ഒരു ജിഫ് ഇമേജ് ആണ്. നമുക്ക് ലൈറ്റ് ഹൗസ് കണ്ടിന്യൂസ് ആയിട്ട് ലൈറ്റ് ഹൗസിൽ ആ ലൈറ്റ് കണ്ടിന്യൂസ് ആയിട്ട് കറങ്ങിക്കൊണ്ടിരിക്കും അല്ലേ. അപ്പോൾ എല്ലാ ഡയറക്ഷനിലും ലൈറ്റ് എത്തുക എന്നുള്ളത് ഒരു പ്രിൻസിപ്പിളായിട്ട്. പക്ഷെ ഈ ഒരു പ്രിൻസിപ്പിൾ നോക്കിയാൽ നമുക്ക് വേണ്ട ബീം, ലൈറ്റ് ഹൗസിൻ്റെ ആ ലൈറ്റിൻ്റെ ബീം നോക്കുക നിങ്ങൾ, അത് ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നു. നമ്മൾ ഇതുവരെ പഠിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബീം ഫോമിംഗ് ആണ്. ബീം ഫോമിംഗ് ഒരു ഡയറക്ഷനിൽ തന്നെ ഏറ്റവും കൂടുതലുള്ള ഡയറക്റ്റിവിറ്റി ഉള്ള ഒരു സാധനം ഉണ്ടാക്കിയെടുക്കുക. പക്ഷെ നമുക്ക് വേണ്ട ഡയറക്ഷൻ അനുസരിച്ച് നമുക്ക് ആ ബീം ഫോം ചെയ്ത് കിട്ടണമെങ്കിൽ അതെങ്ങനെ ചെയ്യണം എന്നുള്ളതാണ് നമുക്ക് ബീം സ്റ്റിയറിങ്ങിലൂടെ നോക്കേണ്ടത്. ഇനി ഒരു ലൈറ്റ് ഹൗസിലാണെങ്കിൽ മെക്കാനിക്കലി ആ ലൈറ്റ് കറക്കിയിട്ടായിരിക്കും ആ ബീം കറങ്ങുന്നുണ്ടാവുക. ഓക്കെ, ഇത് നമുക്ക് ഇലക്ട്രോണിക്കലി എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ് നമ്മുടെ ആവശ്യം. അതാണ് നമ്മൾ ബീം സ്റ്റിയറിങ്ങിൽ പഠിക്കുന്നത്. എങ്ങനെയാണ് നമ്മൾ ഇലക്ട്രോണിക്കലി നമ്മൾ ബീമിനെ നമുക്ക് ആവശ്യമുള്ള ഡയറക്ഷനിലോട്ട് ആവശ്യമുള്ള സമയത്ത് ചേഞ്ച് ചെയ്യുന്നത്. ഇതാണ് ബീം സ്റ്റിയറിംഗ് എന്ന് പറഞ്ഞ മെത്തേഡ്. പിന്നെ അതിനെ നമുക്ക് വേർഡ്സിൽ നോക്കി കഴിഞ്ഞാൽ ബീം സ്റ്റിയറിംഗ് എന്താണ്? ദ വേ ഇൻ വിച്ച് എ പാറ്റേൺ ക്യാൻ ബി ഡൈനാമിക്കലി ഓൾട്ടേർഡ് ബൈ ചേഞ്ചിങ് സിഗ്നൽ ഫേസ് വിത്തൗട്ട് ചേഞ്ചിങ് ആൻറ്റിന എലിമെന്റ്സ് ഓർ ഹാർഡ്വെയർ. ഇപ്പോൾ ഹാർഡ്വെയർ നമ്മൾ ചേഞ്ച് ചെയ്യുന്നില്ല, നമ്പർ ഓഫ് എലിമെന്റ്സ് ചേഞ്ച് ചെയ്യുന്നില്ല, അതിൻ്റെ ഡിസ്റ്റൻസ് ചേഞ്ച് ചെയ്യുന്നില്ല, അതൊന്നും ചേഞ്ച് ചെയ്യുന്നില്ല. എന്ത് മാത്രമേ ചേഞ്ച് ചെയ്യുന്നുള്ളൂ? നമ്മൾ കൊടുക്കുന്ന സിഗ്നലിൻ്റെ ഫേസ് മാത്രമേ ചേഞ്ച് ചെയ്യുന്നുള്ളൂ. ഈ ഫേസ് ചേഞ്ച് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അതിൽ വേറെ മെക്കാനിക്കൽ ഇൻപുട്സ് ഒന്നും വേണ്ട ആവശ്യമില്ല. ഈ ഫേസ് ചേഞ്ചിലൂടെ മാത്രം നമുക്ക് എങ്ങനെയാണ് നമുക്ക് സിഗ്നലിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതെന്നുള്ളതാണ് നമുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നേരത്തെ ലീനിയർ അറേ പറഞ്ഞതുപോലെ ഇവിടെ ഈ ഒരു ടൈപ്പ് ഓഫ് അറേനെ നമ്മൾ ഫേസ്ഡ് അറേ എന്നാണ് പറയുക. ഫേസ്ഡ് അറേ ആണ് നമ്മൾ എന്തിനു ഉപയോഗിക്കുന്നത്? ബീം സ്റ്റിയറിങ്ങിന് ബേസിക് ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു എലിമെന്റ് ആണ് ഫേസ്ഡ് അറേ. ലീനിയർ അറേ പോലെ തന്നെയുള്ള ഒരു ടെക്നിക്കാണ് ഫേസ്ഡ് അറേ എന്ന് പറഞ്ഞിട്ട് ഒരു ടൈപ്പ് ഓഫ് ആൻറ്റിന ആണ്. ഇനി ആ ഫേസ്ഡ് അറേയിൽ എന്തായിരിക്കും സംഭവിക്കുന്നുണ്ടാവുക? ഫേസ്ഡ് അറേയിൽ നമ്മൾ ഓരോ എലിമെന്റിന് കൊടുക്കുന്ന കറണ്ട് എക്സൈറ്റേഷൻ്റെ ഫേസ് ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ ആ ഫേസ് കൺട്രോൾ ചെയ്തുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇൻ്റർഫറൻസ് പാറ്റേൺസ് ഉണ്ടാക്കുന്നത്. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ഇൻ്റർഫറൻസ് കൊണ്ട് ഇങ്ങനെ കൺസ്ട്രക്റ്റീവായിട്ടും ഇൻ്റർഫിയർ ചെയ്യാം, ഡിസ്ട്രക്റ്റീവായിട്ടും ഇൻ്റർഫിയർ ചെയ്യാം. അപ്പോൾ കൺസ്ട്രക്റ്റീവായിട്ട് ഇൻ്റർഫിയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റിവിറ്റിയും ഗെയിനും ആ ഡയറക്ഷനിലോട്ട് കൂടുതൽ കിട്ടും. അതേ സാധനം ഡിസ്ട്രക്റ്റീവ് ആണെങ്കിൽ എന്താണ്? അവിടെ ആ ഉള്ള ഗെയിനും കൂടി പോകും. ഇതിൽ നിന്ന് നമുക്ക് ഫേസ്ഡ് അറേയുടെ ഒരു ഡെഫിനിഷൻ നോക്കാം. ഫേസ്ഡ് അറേയുടെ ഡെഫിനിഷൻ പറയുന്നത് ഒരു ആൻറ്റിന അറേ ആണ്.
അതിൻ്റെ ഓരോ റേഡിയേറ്റേഴ്സിനും ഡിഫറെൻറ്റ് ഫേസ് ഷിഫ്റ്റിലുള്ള എക്സൈറ്റേഷൻ നമുക്ക് കൊടുക്കാൻ പറ്റും. അങ്ങനെ ഒരു ആൻറ്റിന അറേനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ഫേസ്ഡ് അറേ എന്ന് വിളിക്കുക. ഇപ്പോൾ ഫേസ്ഡ് അറേയുടെ ബാക്കി പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫേസ്ഡ് അറേ ഇപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഫേസ്ഡ് അറേയിൽ നമുക്ക് എന്ത് വേണ്ട, മെക്കാനിക്കൽ സ്റ്റിയറിംഗ് വേണ്ട, ഇലക്ട്രോണിക് സ്റ്റിയറിംഗ് ആണ്. ഇലക്ട്രോണിക് സ്റ്റിയറിംഗ് എന്താ, നമുക്ക് എങ്ങനെയാണ് ഫേസ് ഡിഫറൻസ് വരുത്താൻ പറ്റും അതിനനുസരിച്ച് ഉണ്ടാകുന്ന ബീം, നമുക്ക് ലൈറ്റ് ഹൗസിൻ്റെ ലൈറ്റ് തിരിഞ്ഞതുപോലെ ബീമിൻ്റെ ഡയറക്ഷൻ നമുക്ക് വേണ്ട രീതിയിൽ മാറ്റാൻ പറ്റും. അടുത്തത് ഇൻ്റർഫറൻസിലാണ് വർക്ക് ചെയ്യുന്നത്. പിന്നെന്താ, ഇൻ ഫേസ് ആയിട്ടുള്ളത് ആംപ്ലിഫൈയും കൗണ്ടർ ഫേസ് അല്ലെ ഔട്ടർ ഫേസ് ആയിട്ടുള്ള സിഗ്നൽസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ക്യാൻസൽ ചെയ്ത് പോകും. ഇനി നമ്മുടെ ഫേസ്ഡ് അറേയിൽ ഏത് ടൈപ്പ് ആൻറ്റിനയും നമുക്ക് ഉപയോഗിക്കാം. നമ്മുടെ ഫേസ്ഡ് അറേയിലെ സിംഗിൾ എലിമെന്റ്, ഫേസ്ഡ് അറേ എന്ന് പറഞ്ഞാൽ കുറേ എലിമെന്റ്സ് ഉള്ള ഒരു അറേയാണ്. അപ്പോൾ അതിലൊരു സിംഗിൾ എലിമെന്റ് ആയിട്ട് ഏത് ടൈപ്പ് ആൻറ്റിന വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. ഇനി എക്സാമ്പിൾ, നമുക്ക് എന്താണ് ഫേസ്ഡ് അറേ ഉണ്ടാക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈ ഡയറക്ടിവിറ്റി ആവശ്യമുണ്ടാവും. എപ്പോഴും ഹൈ ഡയറക്ടിവിറ്റി ആണ് നമുക്ക് ഫേസ്ഡ് അറേ കൊണ്ട് ഉണ്ടാക്കിയെടുക്കേണ്ടത്. ഒരു എക്സാമ്പിളാണ് RRP117. അതിൻ്റെ ഒരു പിക്ചറൊക്കെ കാണിച്ചിട്ടുണ്ട്. നിങ്ങൾ കുറച്ചുകൂടി അതിൻ്റെ ആപ്ലിക്കേഷനൊക്കെ നോക്കുക. ഒരു റഡാർ ആപ്ലിക്കേഷനാണ് RRP117 എന്നുള്ളത്. അതിൽ 1584 റേഡിയേറ്റേഴ്സ്, അത്രയും നമ്പർ ഓഫ് സിംഗിൾ എലിമെന്റ്സ് ഉണ്ട് ഒരൊറ്റ ആൻറ്റിനയിൽ. അതിൻ്റെ ഒരു പിക്ചർ നമുക്ക് കുറച്ച് കഴിഞ്ഞ് നോക്കാം. ഇതാണ് ഇതിൻ്റെ ഒരു ബേസിക്. ഇതുകൊണ്ട് എങ്ങനെയാണ് നമ്മൾ ഈ ഫേസ്ഡ് അറേ കൊണ്ട് എങ്ങനെയാണ് ബീം സ്റ്റിയറിംഗ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഈ ഒരു ഇമേജ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരു ട്രാൻസ്മിറ്റർ ഉണ്ട്. അതിൻ്റെ ഔട്ട്പുട്ടിലുള്ള സെക്ഷനിലാണ് ആൻറ്റിന ഉള്ളത്. ആൻറ്റിനക്കൊക്കെ ഒരു നമ്പർ ഓഫ് എലിമെന്റ്സ് ഉണ്ട്, ഇഷ്ടംപോലെ എലിമെന്റ്സ് ഉണ്ട്. ഇവിടെ എക്സാക്ട്ലി പറഞ്ഞു കഴിഞ്ഞാൽ 8 എലിമെന്റ്സോളം ഉണ്ട്. ഈ 8 എലിമെന്റ്സിനും ഓരോരോ ഫേസിലുള്ള എക്സൈറ്റേഷൻ ആണ് നമ്മൾ കൊടുക്കുക. അപ്പോൾ ഈ എക്സൈറ്റേഷൻ കൺട്രോൾ ചെയ്യാൻ നമുക്ക് C എന്ന് പറഞ്ഞൊരു കൺട്രോളർ കാണിച്ചിട്ടുണ്ട്. ഇനി സാധാരണ നോക്കുകയാണെങ്കിൽ ഇതൊരു ബ്രോഡ് സൈഡ് അറേ പറയുകയാണെങ്കിൽ അതിൻ്റെ സെൻട്രലിൽ കൂടിയായിരിക്കും മാക്സിമം റേഡിയേഷൻ പോണ്ടി വരിക. പക്ഷെ ഇവിടെ നോക്കുമ്പോൾ സെൻട്രൽ കൂടിയല്ല, അതൊരു ആംഗിളിലാണ് റേഡിയേറ്റ് ചെയ്യുന്നത്. ഈ ആംഗിൾ നമുക്ക് എന്ത് ചെയ്യാം, തീറ്റ എന്ന് പറയുന്നത് നമുക്ക് ആ കൺട്രോളർ വെച്ചിട്ട് കൺട്രോൾ ചെയ്യാം. അവിടെ കൊടുക്കുന്ന ഇൻപുട്ടിൻ്റെ ഫേസ് ഡിഫറൻസ് അനുസരിച്ചാണ് നമുക്ക് തീറ്റ കൺട്രോൾ ചെയ്ത് കിട്ടുന്നത്. ഇത് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നമുക്കൊരു ആനിമേഷൻ നോക്കാം. അവിടെ ഒരു λ/4 ഡിസ്റ്റൻസുള്ളയും λ/2 ഡിസ്റ്റൻസുള്ള 2 എലിമെന്റ്സിന്റെ വാല്യൂസ് നമുക്ക് നോക്കാം. ഇത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 2 ആൻറ്റിന അറേ കാണിച്ചിട്ടുണ്ട്. അതൊന്ന് സെപ്പറേഷൻ λ/2 ഒന്ന് സെപ്പറേഷൻ λ/4 ആണ്. ഇപ്പോൾ സെപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ആൻറ്റിന എലിമെന്റ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് സെപ്പറേഷൻ എന്ന് പറയാം. രണ്ടും എടുത്തിരിക്കും. ഒന്ന് എൻഫയറും ബ്രോഡ് സൈഡും കാണിച്ചിട്ടുണ്ട്. ബ്രോഡ് സൈഡ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്, അറേയുടെ ആക്സിസിന് പെർപെൻഡിക്കുലർ. ഇപ്പൊ ഇവിടെ അറേയുടെ ആക്സിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അറേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു 6 ഡോട്ട് കാണാം. ആ 2 സർക്കിളിന്റെയും സെന്ററിൽ നോക്കി കഴിഞ്ഞാൽ 6 ഡോട്ട് കാണാം. ആ ഡോട്ടാണ് എലിമെന്റ്സ് എന്ന് പറയാം. ഇനി ആ ഡോട്ടിൽ നിന്ന് എങ്ങനെയാണ്, ഏത് ഡയറക്ഷനിലോട്ടാണ് റേഡിയേഷൻ, ആ ചുവപ്പ് കാണിക്കുന്ന ഡയറക്ഷനിലോട്ടാണ് റേഡിയേഷൻ മാക്സിമം ഉള്ളത്, ആ നീലയും ചുവപ്പും കാണിക്കുന്ന ഡയറക്ഷനിലോട്ട്. അപ്പൊ ഇതിന്റെ ആനിമേഷൻ നോക്കിക്കഴിഞ്ഞാൽ രണ്ടിലും തുടക്കത്തിൽ ഫേസ് ഡിഫറൻസ് 0 ആണ്. ഈ ഫേസ് ഡിഫറൻസ്, ഇൻഡിവിജ്വൽ എലിമെന്റ്സിന് ഫേസ് ഡിഫറൻസ് മാറ്റുന്നതനുസരിച്ച് ബീം നമുക്ക് മാറുന്ന കാണാം. ഈ 2 പാറ്റേണും ഇപ്പൊ എന്താ, ബ്രോഡ് സൈഡിന്റെ പാറ്റേൺ ആണ്. അതായത് മെയിൻ ബീം എന്ന് പറയുന്നത് എങ്ങോട്ടാണ്, ആ ആക്സിസിന് പെർപെൻഡിക്കുലർ ആണ്. അത് നമുക്ക് ആവശ്യമുള്ള രീതിയിൽ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒന്ന് കാണാം. ഇത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ആ ഫേസ് ഡിഫറൻസ് മാറ്റുന്ന, ഇപ്പൊ ഫേസ് ഡിഫറൻസ് 2ലും 72 ആയി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, നമുക്ക് ബീം എന്ന് പറയുന്നത് ഒരു ഡയറക്ഷനിലോട്ട് പോയിന്റ് ചെയ്ത് മാറുന്നതായിട്ട് കാണാം. അത് 2ലും λ/4 ഡിസ്റ്റൻസ്, ആന്റിനയുടെ സെപ്പറേഷൻ ഡിസ്റ്റൻസ് വ്യത്യാസം അനുസരിച്ച് അതിലും വ്യത്യാസമുണ്ട്. ഇനി അത് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ചേഞ്ച് കാണാം. ഇത് ഞാൻ ഒന്നുകൂടി പ്ലേ ചെയ്യാം, ഒന്നുകൂടി ശ്രദ്ധിച്ചോ. ഇതാണ് നമ്മുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ്. ഈ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്നാണ് നമ്മൾ
സ്റ്റാർട്ടിംഗ് പോയിന്റ് 360 അല്ലെങ്കിൽ 0. ഈ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് 0 to 360 വരെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഫേസ് വേരി ചെയ്യുന്നുണ്ട്. ഫേസ് വേരി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു ലൈറ്റ് ഹൗസിന്റെ ടോപ്പ് വ്യൂ, ഒരു മുകളിൽ നിന്നിട്ടുള്ള ഒരു വ്യൂ ആണെങ്കിൽ അതിൽ ലൈറ്റ് എങ്ങനെ തിരിയുന്നു എന്നുള്ളതിന്റെ ഒരു ഇമാജിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 2 ബീം ഉണ്ട്, ലൈറ്റിൽ ഒരു ബീം മാത്രമേ ഉള്ളൂ. അപ്പം ഇത് ആ നമ്മുടെ ഫേസ് ഡിഫറൻസ് കൊണ്ട് എങ്ങനെയാണ് ചേഞ്ച് ചെയ്യാൻ പറ്റുക എന്നുള്ളൊരു ആനിമേഷനാണ് ഇവിടെ കാണിക്കുന്നത്. ഒന്നുകൂടി ഒന്ന് നോക്കാം. ഈ പോയിന്റിൽ നമ്മുടെ λ/4ന്റെ വാല്യൂ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ്ലി ഒരു സൈഡിലോട്ട് എൻഫയറിലോട്ട് 180 റേഡിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഡെൽറ്റ റിലേറ്റീവ് ഫേസ് ഡിഫറൻസ് 120 ആണ്. അതേ റിലേറ്റീവ് ഫേസ് ഡിഫറൻസ് നമുക്ക് സെപ്പറേഷൻ λ/2 ആകുമ്പോൾ എങ്ങനെയാണ് അത് 180ൽ മാക്സിമം ബീം വരേണ്ടത് നോക്കാം. ഈ ഒരു ആനിമേഷൻ കൊണ്ട് ഏതാണ്ട് നമുക്കൊരു ചെറിയ ഐഡിയ കിട്ടും എങ്ങനെയാണ് നമുക്ക് ഫേസ് ഡിഫറൻസ് കൊണ്ട് നമുക്ക് ആ ബീമിനെ നമുക്ക് വേണ്ട ഡയറക്ഷനിലോട്ട് തിരിക്കാൻ പറ്റുക എന്നുള്ളത്. ഇതേപോലൊരു ഒരു ഇമേജ് കൂടിയുണ്ട്. ഇപ്പം ഇത് നോക്കുക, നമുക്ക് ഫസ്റ്റ് എല്ലാം ഒരേ ഫേസിലാണ് പോകുന്നത്. അപ്പം നമുക്ക് പെർപെൻഡിക്കുലർ ആണ്, ആക്സിസിന് പെർപെൻഡിക്കുലർ ആണ്. ഇനി ഫേസ് ഡിഫറൻസ് ഓരോന്നിലും 0, 22, 45, 68 അതുപോലെ ഫേസ് ചേഞ്ചിൽ നമുക്ക് കൊടുക്കുമ്പോൾ ഒരു ഡയറക്ഷനിലോട്ടാണ് നമ്മുടെ റേഡിയേഷൻ പാറ്റേൺ ആയിട്ട് മാറുന്നത്. മറ്റേത് ഇതിന്റെ കണ്ടിന്യൂസ് ഒരു പിക്ചർ ആയിരുന്നു. ഇത് സ്പെസിഫിക് ആയിട്ടൊരു വാല്യൂ കൊടുത്തിട്ട് എങ്ങനെയാണ് ഒരു സൈഡിലോട്ട് മാറിയെന്നുള്ളതിന്റെ ഒരു ആനിമേഷനാണ്. അപ്പൊ ഇതുപോലെ ഫേസ് നമ്മൾ ഓരോരോ എലിമെന്റിനും വ്യത്യാസം വരുത്തിയിട്ട് അതിന് നമുക്ക് ബീം നമുക്ക് വേണ്ട രീതിയിൽ നമുക്ക് വേണ്ട ഡയറക്ഷനിൽ തിരിക്കുന്നതിന്റെ പേരാണ് ബീം സ്റ്റിയറിംഗ്. ഓക്കെ, ഇതിന്റെ പ്രോപ്പർട്ടീസും കാര്യങ്ങളൊക്കെ നേരത്തെ പാരാമീറ്റേഴ്സ് ഒക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കേണ്ട അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും നോക്കാം. ഇപ്പം നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്ത RRP 117 ഒരു 1584 എലിമെന്റ്സ് ഉള്ള ഒരു ആന്റിന എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു സാമ്പിൾ ഫിഗർ ആണിത്. RRP 117 എന്നുള്ള റഡാർ ഉപയോഗിക്കുന്ന ഒരു ആന്റിനയാണ്. ഈ ഒരു സാധനം ആണ് നമുക്ക് ഒരുപാട് എലിമെന്റ്സ് ഉണ്ടെന്ന് അകത്ത് കാണാം. കുറച്ച് സൈസ് വലുതാണ്, അതിന്റെ ദൂരെ അപ്പുറത്തൊരു ചെറിയൊരു മരമൊക്കെ കാണും. ഇത്രയും വലിയൊരു സൈസിലുള്ള ഒരു സാധനമാണ് നമ്മൾ ഇത്ര സിമ്പിളായിട്ട് ഡിസ്കസ് ചെയ്ത് പോകുന്ന ഒരു പ്രോപ്പർട്ടി എക്സിബിറ്റ് ചെയ്യുന്നത്. ഇതിൽ ആന്റിനെ എക്സാക്റ്റ് ആയിട്ട് നമുക്ക് പഠിക്കാനില്ല, എലിമെന്റ് പഠിക്കുക, റേഡിയേറ്റർ ഏതാണെന്ന് പഠിക്കേണ്ടത്, പക്ഷെ ഇതിന്റെ പ്രിൻസിപ്പിൾ ആണ് പഠിക്കാനുള്ളത്. അപ്പോൾ ഈ എക്സാമ്പിൾ ആലോചിച്ച് നോക്കുക, RRP 117. അഡ്വാൻറ്റേജസ് നോക്കാം. അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഗെയിൻ ഓബ്വിയസ്ലി കൂടുതലായിരിക്കും. ഇനി സൈഡ് ലോ ഓഫ് അറ്റുനേഷൻ കൂടുതലായിരിക്കും. നമുക്ക് ഗെയിൻ കൂടുന്നതോറും സൈഡ് ലോ ഓഫ് അറ്റുനേറ്റഡ് ആയിരിക്കും ഓബ്വിയസ്ലി. പിന്നെന്താ, നമുക്ക് ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാൻ വളരെയധികം പെട്ടെന്ന് പറ്റും. നമുക്ക് വേണ്ട ഡയറക്ഷനിലോട്ട് ആ ബീം ചേഞ്ച് ചെയ്യാൻ പെട്ടെന്ന് പറ്റും. അതിനുശേഷം ബീം അജിലിറ്റി ഉണ്ട്, ഇത് സെയിം പോയിന്റ് ആണ്. അടുത്തെന്താ, മൾട്ടിപ്പിൾ ബീംസ് നമ്മൾ സൈമൾട്ടേനിയസ്ലി ജനറേറ്റ് ചെയ്യുന്ന ബീംസ് കൊണ്ട് നമുക്ക് മൾട്ടിപ്പിൾ ഫങ്ഷൻ, അതായത് ഇപ്പോൾ നിങ്ങൾക്ക് ഒരു റഡാർ ഉണ്ടെന്ന് വിചാരിക്കുക, അതിൻ്റെ ഫങ്ഷൻസ് നമുക്ക് എന്ത് ചെയ്യാം, ബീംസിൻ്റെ പ്രോപ്പർട്ടീസ് വെച്ച് കൺട്രോൾ ചെയ്യാം. പിന്നെ ഒരു എക്സാമ്പിൾ പറയുന്നത് വെച്ചാൽ ഒരു അറയിലെ 1-2 റേഡിയേറ്റേഴ്സ് മോശമായി വല്ല ചീത്തയായി പോയത് കൊണ്ട് നമുക്ക് കമ്പാരിറ്റീവ്ലി അത് റിസൾട്ടിനെ ബാധിക്കുന്നില്ല. ഡിസഡ്വാൻറ്റേജ് നോക്കുകയാണെങ്കിൽ സ്കാനിങ് റേഞ്ച് കുറവാണ്. അടുത്തത് ഡീഫോർമേഷൻ ഓഫ് ആന്റിന പാറ്റേൺ ഡ്യൂറിങ് ബീം സ്റ്റിയറിംഗ്. ഇങ്ങനെ ഒരു പ്രശ്നം പറ്റും. നമുക്ക് ഏത് ഡയറക്ഷനിലും ബീം തിരിക്കാമെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ചില ആംഗിൾ, എല്ലാ ആംഗിളിലും നമുക്കത് പോസിബിൾ അല്ല. അപ്പോൾ ചില ആംഗിൾ എന്തായിരിക്കും, നമുക്ക് വേണ്ട പാറ്റേൺ അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന പാറ്റേൺ എപ്പോഴും ഏത് സമയത്തും കിട്ടണമെന്നില്ല. പിന്നെ ഫ്രീക്വൻസി ഫ്ലെക്സിബിൾ അല്ല, എല്ലാ ഫ്രീക്വൻസിയിലും നമുക്കിത് ഡിസൈൻ ചെയ്തെടുക്കാൻ പറ്റില്ല. സ്ട്രക്ചർ കുറച്ച് കോംപ്ലക്സ് ആണ്. നമുക്ക് ഒരു ഫേസ് ഷിഫ്റ്റർ വേണം, ഒരു കമ്പ്യൂട്ടർ വേണം, ആ ഫേസ് ഷിഫ്റ്ററിന്റെ പ്രോപ്പർട്ടീസ് ഒക്കെ കൺട്രോൾ ചെയ്യാൻ ഒരു കൺട്രോൾ സിസ്റ്റം വേണം, ഫീഡ്ബാക്ക് വേണം. അപ്പോൾ ഇങ്ങനെ കുറച്ച് കോംപ്ലക്സ് ആയ സിസ്റ്റമാണ്. പിന്നെ ഈ സിസ്റ്റം കോംപ്ലക്സ് ആകുന്നതോടും പിന്നെ നിങ്ങൾ നേരത്തെ കണ്ടാണ് എത്ര വലിയാണ് നമ്പർ ഓഫ് റേഡിയേറ്റേഴ്സ് ഒക്കെ വെച്ചിട്ടുള്ളത് എന്നുള്ള. സോ സിസ്റ്റം കോംപ്ലക്സ് ആകുന്നതോറും
നമ്പർ ഓഫ് എലിമെന്റ്സ് കൂടുന്തോറും അതിൻ്റെ കോസ്റ്റും കൂടുതലായിരിക്കും. അപ്പം ഇത്രയാണ് ബീം സ്റ്റിയറിങ്ങിൻ്റെ ഇൻഫർമേഷനും കാര്യങ്ങളൊക്കെ ഉള്ളത്. എൻ്റെ ഒരു PDF നോട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അതും കൂടി നോക്കിയിട്ട് ഫീഡ്ബാക്ക് തരിക. നമുക്ക് ബാക്കി അടുത്ത ക്ലാസ്സിൽ നോക്കാം. താങ്ക് യു.